അനാവശ്യം പറയാതെ അടിച്ച് പല്ലിയാൻ തെറിപ്പിക്കും. അതാണ് നിങ്ങളുടെ സംസ്കാരമെന്ന് നിങ്ങളുടെ ചേട്ടനെ കണ്ടപ്പോഴേ മനസ്സിലായി. ശ്രീദേവിയെ മനഃപൂർവ്വം അവമാനിക്കാൻ വേണ്ടി അവളുടെ വേലക്കാരൻ കൊണ്ടുവന്ന പെട്ടി നിങ്ങൾ തട്ടിയെടുത്തു. എന്റെ ചേട്ടൻ എന്റെ ദൈവമാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒറ്റ അക്ഷരം പറഞ്ഞാൽ സഹിക്കില്ല. പറഞ്ഞേക്കാം. നിങ്ങൾ അത്രയ്ക്ക് വലിയ മര്യാദക്കാരനാണെങ്കിൽ ഞങ്ങളുടെ പെട്ടി എടുത്തിരുന്ന മിസ്റ്റർ. ഞങ്ങളുടെ പെട്ടിയോ? ശ്രീദേവിയുടെ അച്ഛൻ ഇങ്ങനെ ഒരു മോളും കൂടെ ഉള്ള വിവരം ഇപ്പോഴാണല്ലോ ഞാൻ അറിയുന്നത്. നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. പെട്ടി മേടിക്കാമോ ഞാനും നോക്കട്ടെ. ഇതാ നിങ്ങളുടെ പെട്ടി. ശ്രീദേവിയുടെ പെട്ടി തരൂ. അല്ല, നിങ്ങൾ പിന്നെയും വന്നോ? ശ്രീദേവി അല്ലേ പെട്ടിയുടെ ഉടമസ്ഥ? അപ്പൊ ശ്രീദേവി ചോദിക്കട്ടെ. പെട്ടി തരൂ. ന്യായമായ ചോദ്യം. എന്തിനാ ശ്രീദേവി എന്റെ അനുജനോട് മത്സരിക്കുന്നത്? അതിനുള്ള പ്രതികാരമാണോ ഈ ചെയ്തത്? പെട്ടിമാറ്റവും നിങ്ങളുടെ കോളേജ് വഴക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്തൊക്കെയായാലും നമ്മൾ അയൽവാസികളല്ലേ. കുടുംബ വഴക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. നമ്മുടെ കാര്യം നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കുന്നതല്ലേ. നീ വാടി. ഇനി നിന്നാൽ ഇയാൾ പ്രസംഗിച്ചു കളയും. ശ്രീദേവി വന്ന് പെട്ടി കൊണ്ടുപോയോ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ചേട്ടൻ എന്താ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അപ്പൊ ഞാൻ ഉടനെ ഇറങ്ങുകയാണ്. ഇപ്പോഴേ പോയെങ്കിലും ഉടുവിട്ട വണ്ടിയെങ്കിലും കിട്ടുകയുള്ളൂ. നാളെ പോയാ പോരെ ചേട്ടാ? പോരാ, രാവിലെ പാടത്തിറങ്ങാനുള്ളതാണ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നീ ആരോഗ്യമെല്ലാം സൂക്ഷിച്ചോണം. ഇലക്ഷൻ എന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങി നടക്കുകയൊന്നും ചെയ്യരുത്. ശരി. അതെ.